നമസ്കാരം. റിലീസിന് 13 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മമ്മൂട്ടി ചിത്രം ടെർബോ OTT സാറ്റലൈറ്റ് അവകാശങ്ങളിലൂടെ വൻപൻ ബിസിനസ്സാണ് നേടിയെടുത്തിരിക്കുന്നത്. ടെർബോ സിനിമയുടെ പ്രഖ്യാപന നാൾ മുതൽ ഇന്ന് വരെ മികച്ചൊരു ഹൈപ്പ് ചിത്രത്തിനെ നിലനിർത്താൻ സാധിച്ചത് കൊണ്ട് തന്നെയാണ് മികച്ചൊരു OTT സാറ്റലൈറ്റ് റൈറ്റ്സിന് ചിത്രം വിറ്റുപോയത്. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ ഒരു ചിത്രം വൻപൻ തുകക്ക് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈം വീഡിയോസ് ഒന്നുമല്ല. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഭാവിയിൽ വൻപൻ OTT പ്ലാറ്റ്ഫോം ആകാൻ പോകുന്ന ജിയോ സിനിമാസ് ആണ് ചിത്രത്തിന്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. ടെർബോ സിനിമയുടെ വരവോട് കൂടി തന്നെ OTTയിലേക്കുള്ള പ്രവേശനം ഗംഭീരമാക്കാനാണ് ജിയോ സിനിമാസ് തയ്യാറാകുന്നത്. അതോടൊപ്പം ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൂര്യ TV ആണ്. ഇതോടെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ OTT സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത് ടെർബോയുടെ പേരിലാണ്. നിലവിൽ ടെർബോ എന്ന സിനിമ ഈ വരുന്ന മെയ് 23-ാം തീയതിയാണ് ആഗോളതലത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. നിലവിൽ ചിത്രത്തിന്റെ പ്രൊമോഷൻ രീതികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ വരുന്ന മെയ് 12-ാം തീയതിയാണ് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടക്കുന്നത്. ചിത്രത്തിന്റെ ട്രെയിലർ കൂടി പുറത്തു വരുന്നതോടുകൂടി തന്നെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയാകുമെന്നാണ് ആരാധകരും സിനിമാ പ്രേമികളും കരുതുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിലെത്തിയ ഈ ഒരു ചിത്രം വൻപൻ ബഡ്ജറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത്. ക്വാളിറ്റി സിനിമകൾ മാത്രം സമ്മാനിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ കീഴിൽ 5ാമതൊരുങ്ങിയ ചിത്രമാണ് ടെർബോ. കഴിഞ്ഞ ദിവസം ചിത്രത്തിന് UK-യിൽ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നു. മികച്ച ടിക്കറ്റ് ബുക്കിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ചിത്രത്തിന്റെ OTT സാറ്റലൈറ്റ് അവകാശങ്ങളിലേക്ക് വരുമ്പോൾ ഏകദേശം 40 കോടിയുടെ ബിസിനസ് നടന്നെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.